വെൽക്കം ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന വളരെ മനോഹരമായ പുസ്തകമുണ്ട്. ഏകദേശം 2000 വർഷത്തിന്റെ അടുത്ത് പഴക്കമുള്ള ഒരു പുസ്തകമാണ്. മാർക്കസ് ഓറിയലിസ് എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹം തന്നോട് സംസാരിക്കുന്ന ഒരു സെൽഫ് ടോക്കിന്റെ ആവിഷ്കാരമാണ് മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന പുസ്തകം. ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള പുസ്തകമാണെങ്കിലും ഇന്നും നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ളത് ഈ സമയത്ത് നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. തന്നോട് തന്നെ സംസാരിക്കുന്ന, തനിക്ക് തന്നെ നൽകുന്ന നിർദ്ദേശങ്ങൾ ജേർണലായി ഒരു 12 ബുക്കുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തെ കമ്പൈൽ ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ് മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത്. അതിൽ ചെറിയ ആശയങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 10ഓളം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പുസ്തകത്തെ കാണുവാൻ സാധിക്കുന്നത്. അത് വളരെ ചുരുക്കത്തിൽ വിവരിക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ലൈഫ് ഈസ് ടു ഷോർട്ട്. വളരെ ചെറിയതായിട്ടുള്ള ജീവിതമാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത്. ഈ ചെറിയ ജീവിതത്തിൽ നമുക്കൊരു പർപ്പസ് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നാണ് പറയുന്നത്. 3 കാര്യങ്ങളായി ഈ ലൈഫിനെ അദ്ദേഹം വിലയിരുത്തുകയാണ്. 1 ടൈം, 2 സ്പേസ്, 3 സർക്കംസ്റ്റാൻസസ്. ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു പ്രത്യേക വയസ്സ് വരെയോ അതിലൊരു കോഴ്സ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ കോഴ്സ് ചെയ്യുന്ന കാലഘട്ടം ഉണ്ടാകും, അതിനൊരു പ്രത്യേക സമയമുണ്ടാകും, ഒരു സർക്കംസ്റ്റാൻസസും ഉണ്ടാകും. എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. ഓരോ മനുഷ്യർക്കും ആ പ്രസന്റിൽ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിന്റെ പർപ്പസ് കണ്ടെത്തുവാനും ലൈഫ് ഷോർട്ടാണ് തിരിച്ചറിവോടെ ജീവിക്കുമ്പോഴാണ് വലിയ വിജയം ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. എത്രയോ ചെറിയ ജീവിതമാണ് നാം നയിക്കുന്നത്. ആ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നാം കൊണ്ടുവരുന്നതെന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായ ആശയമാണ് ഇന്നർ GPS. GPS എന്ന് നമുക്കറിയാം, വഴി കാണിക്കുന്ന, നാവിഗേറ്റ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് വഴി കാണിക്കുവാനായി ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് തീർച്ചയായും അദ്ദേഹം എഴുതുന്നത് രസകരമായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ചെറിയ പുസ്തകമാണ്, വെറും 90 പേജുകൾ മാത്രമുള്ള ഈ നല്ല പുസ്തകം നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഇന്നർ GPS. ഞാൻ എന്തിനെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുമോ? അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളുടെ കോമ്പിനേഷനാണ്. 1 പ്രസന്റ്, 2 വാല്യൂ, 3 ലവ്. അപ്പോൾ എനിക്ക് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഞാൻ എന്തിനെയാണ് സ്നേഹിക്കുന്നത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അപ്പോ 3ാമതായി അദ്ദേഹം പറയുന്ന കാര്യമാണ് വാല്യൂസ്. എന്ത് വാല്യൂ ആണ് നാം ക്രിയേറ്റ് ചെയ്യുന്നത്, നാം ആർക്കാണ് വാല്യൂ നൽകുന്നത്? ഈ 3ന്റെയും കോമ്പിനേഷനാണ് ലൈഫ് എന്ന് പറയുന്നത്. പ്രസന്റിൽ ജീവിക്കാൻ സാധിക്കുക, വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, സ്നേഹിക്കുക. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ചിന്തിച്ചു നോക്കുക, നാം ഇന്നത്തെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതോ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടുകയും പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്? നമുക്ക് എന്ത് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നാം സ്നേഹം സമൂഹത്തിലേക്ക് നൽകുവാൻ സാധിക്കുന്നവരാണ്. 4ാമത്തെ കാര്യമാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ടാകാം, പല കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് പ്ലാനിങ് ആവശ്യമാണ്, കൃത്യമായ മൈൽ സ്റ്റോൺസും ആവശ്യമാണ്. പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കുക. ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, മൈൽ സ്റ്റോൺസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. 5ാമത്തെ കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ. പല പുസ്തകങ്ങളിലും പലപ്പോഴും പറഞ്ഞു വെച്ച കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കൺസിസ്റ്റന്റ് ആയി ഒരു കാര്യം ചെയ്യുക. നാം പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നു, പല കാര്യങ്ങളും ഡ്രീം ചെയ്യുന്നു, പക്ഷെ എത്ര ഡിസിപ്ലിൻ ആയിട്ടാണ് നാം അത് കംപ്ലീറ്റ് ചെയ്യുന്നത്? അത് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടോ, ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ, ഒരു ഹാബിറ്റ് ഉണ്ടോ, ഒരു റൂട്ടീൻ ഉണ്ടോ? അപ്പോൾ സെൽഫ് ഡിസിപ്ലിനോട് കൂടി ജീവിതം കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണോ അത് തന്നെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണമെന്ന് മാർക്കസ് ഓറിയലിസ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 6ാമത്തെ കാര്യം എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് ഔട്ട്കംസ്. ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിൽ ആഗ്രഹിച്ചു, സ്റ്റാർട്ട് ചെയ്തു, ഇനി അത് എങ്ങനെയാവും, അത് ജയിക്കുമോ, അത് പരാജയപ്പെടുമോ, അതോ കടം വരുമോ, തോറ്റുപോകുമോ തുടങ്ങിയ ഔട്ട്കംസിനെ കുറിച്ച് ഒരിക്കലും നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ട് ചെയ്താൽ വളരെ നിർഭയമായി മുന്നോട്ട് പോകുക. എന്ത് സംഭവിക്കുമെന്ന് നാം ആലോചിക്കേണ്ട ആവശ്യമില്ല. ഭയം തീർച്ചയായും മാറ്റിവെക്കുക. ഒപ്പം തന്നെ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ലോകത്തിലെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല തിരിച്ചതുപോലെ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യത്തെ ഞാൻ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള ചിന്തയോടെ ജീവിക്കുമെന്ന് അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്. 7ാമത്തെ കാര്യമാണ് റോൾ മോഡൽ. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് ഗൈഡ് ചെയ്യുന്ന ഒരു റോൾ മോഡൽ ആവശ്യമാണ്. ഉണ്ടോ എന്ന് തീർച്ചയായും ആലോചിക്കുക. 8ാമത്തെ കാര്യം ഒബ്സ്റ്റക്കിൾസ്. എത്രയോ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ കടന്നു വരുന്നത്. ഓരോ പ്രതിസന്ധി വരുമ്പോഴും നാം വീണു പോകാതെ ആ പ്രതിസന്ധികൾ എന്നെ ശക്തനാക്കുവാൻ അല്ലെങ്കിൽ ശക്തിയാക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ന ചിന്തയോടെ മുന്നോട്ട് പോകണമെന്ന് മാർക്കസ് ഓറിയലിസ് ഓർമ്മിപ്പിക്കുന്നു. 9ാമത്തെ കാര്യം നെഗറ്റീവ് പീപ്പിൾ.
നമ്മെ ഒരു കാര്യം ചെയ്യാനായിട്ട് എത്ര പേര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അധികം പേരും നമ്മെ നെഗറ്റീവ് അല്ലെങ്കിൽ കുത്തുവാക്കുകൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുന്ന വാക്കുകൾ പറഞ്ഞ് അവൻ പുതിയ ആശയമായി വന്നിട്ടുണ്ട്, അവൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല, ഈ നാടൊന്നും ശരിയല്ല തുടങ്ങിയതായ നെഗറ്റീവ് വാക്കുകൾ കൊണ്ട് നമ്മെ മുഷിപ്പിക്കുന്ന, നമ്മെ തടയുന്ന, നമ്മെ മടുപ്പിക്കുന്ന ആളുകളെ തീർച്ചയായും ഒഴിവാക്കുക. 10ാമത്തെ കാര്യം, ദർ ഇസ് നോ എൻഡ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും പറയാറുണ്ട്, ദിസ് ഇസ് ആൻ ക്ലോസ്ഡ് ചാപ്റ്റർ, അവസാന ചാപ്റ്റർ തീർന്നു, ഇനി മുന്നേറ്റമില്ല, ഇനി കരകയറുവാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ക്ലോസ്ഡ് ചാപ്റ്റർ അല്ലെങ്കിൽ ദർ ഇസ് നോ എൻഡ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഏത് അവസാന അവസ്ഥയിൽ ചെന്നാലും ഇനിയും മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാം അസ്തമിച്ച് തോന്നിയാലും ഇനിയും നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും. എല്ലാം തീർന്നു എന്ന് തോന്നിയാലും നമുക്ക് ഇനിയും ആരംഭിക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ശുഭപ്രതീക്ഷകളാണ് ഈ മെഡിറ്റേഷൻസ് എന്ന പുസ്തകത്തിലൂടെ മാർക്കസ് ഒറീലിയസ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യുവാൻ ഈ ചിന്തകൾ സഹായിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. സൈനിങ്.